മുൻപം സമരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 183 ദിവസമായി. അപ്പോൾ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും നീണ്ടുപോകും തോറും ഇവിടെയുള്ള കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. അപ്പോൾ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് മാഡത്തിന്? നമുക്കിവിടെ സ്ഥലമുള്ളതാണ്. നമ്മൾ ഈ വഖഫ് ബോർഡിനെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് എത്രയും വേഗം നമുക്ക് ക്ലിയർ ചെയ്താൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. അത് ഗവൺമെൻറ് അംഗീകരിക്കണം, നമുക്കത് ശരിയാക്കി തരണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബില്ല് പാസ്സായല്ലോ. ബില്ല് പാസ്സായി കഴിഞ്ഞിട്ടും വീണ്ടും ഈ സമരം തുടർന്നു പോവുകയാണ്. അപ്പോൾ ഇത് ആരെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു സർക്കാർ, ഇപ്പം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുതലെടുപ്പാണെന്ന് വിശ്വാസമുണ്ട്? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഇത് എല്ലാവരും കൂടെ നമ്മൾ നന്നായി നിന്ന് എല്ലാവരെയും കാര്യം പരിഹരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഇപ്പം ഇതൊക്കെ ശരിക്കും ഒരു മുതലെടുപ്പാണോ, അല്ലെങ്കിൽ ശാശ്വത പരിഹാരം ഉണ്ടാവും തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ പിന്നെ ഇതിന് പരിഹാരം ഉണ്ടാവണം. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണ്. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് പരിഹരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ഇതിന് ഈ സമരത്തിന് ന്യായം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? യെസ്, ഓഫ് കോഴ്സ്. ആണല്ലേ? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് എനിക്ക് ഡീപ്പായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അതൊരു കാര്യം. നമുക്കിവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലേ? അതെ അതെ. നമുക്കൊരു ഐ തിങ്ക് ഒരു 6 സെന്റ് ഭൂമിയുണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ. ഞങ്ങൾ ഓരോ ദിവസവും ഇവിടെ ഈ കരമ്പലി മുതലാളിമാരൊന്നുമില്ല, ഒക്കെ ഈ കൂലിവേലക്കാരാണ്. ഞങ്ങൾ ഒരുപാട് ഈ കടലിൽ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഈ പട്ടയം ഞങ്ങൾ മേടിച്ചത് ആദ്യകാലത്ത്. അത് ഞങ്ങൾ പണയം വെച്ചും വിറ്റും ഞങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. അതൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചുങ്ങൾക്ക് പഠിപ്പിന് വേണ്ടി ഞങ്ങൾ അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത് ഇടുത്തി വീഴണ പോലെ ഈ കടലാസിൻ്റെ വില പോലും ഇല്ലാണ്ട് ഇതാക്കി കളഞ്ഞത്. ഞങ്ങൾ ഓരോ ദിവസവും കൂലിവേല, ഞങ്ങളുടെ ആണുങ്ങൾ പോയി കടലിൽ പോകുമ്പോൾ ഞങ്ങൾ പടിഞ്ഞാട്ട് പോയി ഈ കടലിൽ കിടന്ന് രാത്രി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, 12 മണി 1 മണിക്കൊക്കെ ഈ കടലിൽ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ ഭൂമി ആ നാട്ടിൽ മേടിച്ചത്. അത്രയും കഷ്ടപ്പാട് കഴിച്ച് മേടിച്ചിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു വിലയില്ലാത്ത പോലെ ആക്കിയിരിക്കുന്നു. ഞങ്ങൾക്കിത് എങ്ങനെയെങ്കിലും ഈ ഗവൺമെൻറ് ഇത് ഞങ്ങൾക്ക് ഈ അവകാശങ്ങൾ നേടിത്തരണം. അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. എന്താ ചെയ്യുന്നത് ചേച്ചി? ഇപ്പം ഞാൻ ഐസ് കമ്പനി പോകും. 400 രൂപയുടെ പണി ഞാൻ എടുക്കും ഒരു ദിവസം. അത് മുടക്കിക്കൊണ്ടാണ് ഇവിടെ മാറി മാറി ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുന്നത്. കുടുംബത്തിൽ എൻ്റെ കിട്ടിയാനുണ്ട്, മോനുണ്ട്. മോൻ ഫിഷിങ്ങിൽ. അത് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ 400 രൂപ പോകും. അത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ആ വരുമാനം ഞങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ കാര്യം എല്ലാവരും ബോട്ടിൽ പോണ ആൾക്കാരാണ്. അവരുടെ പെണ്ണുങ്ങൾ കൂടി നടന്നിട്ടാണ് ഓരോ കുടുംബം വട്ടൊത്തിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ആര് വഴിയായിട്ടെങ്കിലും ഞങ്ങൾക്കിത് സമാധാനത്തോടെ തിരിച്ച് ഞങ്ങളെ സ്വന്തമാക്കി തന്നെ. എനിക്ക് എൻ്റെ പേരിൽ 10 സെൻറ്റ് സ്ഥലമുണ്ട്. ആ, അത് അങ്ങോട്ട് പോകണം. ഈ സ്ഥലം പോയാൽ ചേച്ചി ഇപ്പം എന്തെടുക്കും? ഇപ്പം ഇതിന് ഒത്തുതീർപ്പ് ഉണ്ടായില്ല. ഇത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നെങ്കിൽ എന്തായിരിക്കും ചേച്ചിയുടെ ഒരു അവസ്ഥ? ഇവിടെ ഞങ്ങൾ തീരുമാനം എടുത്തേക്കണം, ഞങ്ങൾ കടലിച്ചാടും. ഞങ്ങൾക്ക് അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇവിടെ മുതലാളിമാരൊന്നുമില്ല, വിരലും എണ്ണാനുള്ള ആളിലും മാത്രമേ ഉള്ളൂ. നിങ്ങൾ നടന്നൊന്ന് അന്വേഷിച്ച് നോക്ക് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. അതും ഞങ്ങളുടെ കയ്യിലില്ല, കൊണ്ട് പണയം വെച്ചും വിറ്റും സൊസൈറ്റിക്കൊക്കെ കൊണ്ടുപോയി വെച്ചേക്കണി മുതൽ. ഇത് ഞങ്ങൾക്ക് അടക്കാൻ പറ്റണില്ല. എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഈ സാധനം സ്വന്തമാക്കി തരാണ്ട് പറ്റില്ലല്ലോ. ഇത്ര നാൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വെച്ചാൽ ഈ മുതൽ ഈ കുറച്ച് കാലം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. എല്ലാവരും ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും പറയും നിങ്ങൾ കൂടിയാണ് ഞങ്ങൾ അറ്റം, നിങ്ങൾ എന്ന് ഈ പന്തലഴിക്കണ ആ സമയം വരെ ഞങ്ങൾ കൂടി ഉണ്ടാവും എന്നാണ് ഇവർ വന്നാളിലൊക്കെ പറഞ്ഞത്. പക്ഷേ ചെന്നും കൊണ്ടും വേറൊരു തരത്തിൽ പറയുള്ളൂ. ഇവർ പറയേണ്ട കൊടുത്ത് ചെന്ന് പറയൂല്ല, ഇവർ വേറെ മറിച്ച് പറയുള്ളൂ. ഞങ്ങൾ എന്ത് വേണം? എത്ര ദിവസം ഞങ്ങൾ ഈ പന്തലിൻ്റെ അടിയിൽ വന്നിരിക്കും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ വേലയും മുടക്കിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കടലാണ്. ആ കടലിൽ 10, 12, 1 മണി രാത്രിക്കൊക്കെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ മേടിച്ചത്. ഇപ്പം ജീവിക്കണം ഐസ് കമ്പനി പോയാണ്. എത്ര ആൾ വേലെടുത്താലും ഇന്നൊരു കുടുംബം നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്.
അപ്പോൾ ഇവിടെയും കൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങൾ ഏത് രീതിയിലായിരിക്കും ഞങ്ങൾ ജീവിക്കണത്? മനുഷ്യത്വമുള്ള ആളിലാണെങ്കിൽ ഇതിന് സമാധാനം ചെയ്തു തരൂല്ലേ? ഞങ്ങൾ ഒരു പാർട്ടികൾ കൂടിയുമില്ല, ഒരു പാർട്ടിനെ ഞങ്ങൾ കുറ്റം പറയണില്ല. ഞങ്ങൾക്കിത് സമാധാനത്തിൽ കൂടി ഞങ്ങൾക്കിത് തന്നെ. സങ്കടമാണ് ഞങ്ങൾക്ക്. ഇതിങ്ങനെ വന്ന് ഈ ഇടുത്തി വീണ തുടങ്ങി ഞങ്ങൾക്ക് സങ്കടമാണ്. പറയാൻ തന്നെ കിട്ടണില്ല, അത്രയും കഷ്ടപ്പെട്ടാണ് മേടിച്ചത്. ഓരോ ദിവസം ഇങ്ങനെ നീണ്ടു പോകുന്നതോറും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു അല്ലേ? വീട്ടിലെന്താ പറയുന്നത്? ഇത് മകനും ഹസ്ബൻഡും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഇതിൻ്റെ പുറകെ നടക്കല്ലേ. ചേച്ചി ഇങ്ങനെ സമരപ്പന്തൽ വന്നിരിക്കുമ്പോൾ അവരെ പിന്തുണ വരുന്നുണ്ടാവും. പിന്നെ അവർ പോയിരുന്നോളാനാണ് പറയണ. നമുക്കിത് ഞങ്ങളുടെ ഈ ഒരു ദിവസത്തെ കൂലിയല്ലല്ല, ഞങ്ങളുടെ കിടപ്പാടം പോകൂലേ. അത്ര വലിയ കൊട്ടാരമൊന്നുമല്ല, 2 മുറിയും ഒരടുക്കളയും ഒരു സിറ്റ് ഔട്ടുള്ള വീടാണ് എൻ്റെ. അത് 40-40 വർഷമായി കയറ്റിയിട്ട്. എന്നാലും ഞങ്ങൾക്ക് അധികം നന്ദി പറഞ്ഞല്ല. എത്ര നാളായി ചേച്ചി ഇവിടെ വന്നിട്ട് സ്ഥലത്തെത്തി? ഞാനിവിടെ വന്നിട്ട് 40-42 കൊല്ലമായി. ആ നാളോടങ്ങി കടലിനോട് മെല്ലടിക്കണേന്ന് അങ്ങനെ മെല്ലടിച്ച് മേടിച്ചതാണ്. ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഈ ഇവിടെ ഇരിക്കണ ആളുകൾക്കറിയാം എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജനങ്ങൾ ഇത് മേടിച്ചെടുത്തതെന്ന്. പെരക്കാത്ത കിടന്നുറങ്ങി സൂചിച്ച ആളിലൊന്നുമല്ല ഞങ്ങ. ഇന്നും നേരം വെളുത്ത അന്ത്യാവണവരും പോയി കമ്പനി പോയിരുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് തിരിച്ച് 5 മണി 6 മണിയാകുമ്പോൾ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ ജീവിതം കഴിക്കണത്. എനിക്കൊന്നും ഇതിൽ കൂടുതൽ പറയാനില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എത്തി സമരപ്പന്തലിൽ എത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ മാറി 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 ഇരിക്കുകയാണ്. അവരുടെ ജോലി കളഞ്ഞാണ് ഈ വന്നിരിക്കണത്. ഇത് കാണാൻ ആരും ആരും തയ്യാറാകണില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇത്രയും ദിവസമായത്. സമരം നീട്ടി കൊണ്ടുപോയല്ലേ. ഇന്ന് കഴിയുന്ന ആളെ കഴിയുമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ വേറെ ദുരന്തം വന്നു വീഴും. കഴിഞ്ഞ ദിവസം ബില്ല് പാസ്സാക്കുകയോ ചെയ്തായിരുന്നല്ലോ. അത് ചെയ്തതാണ്, അതിനൊക്കെ ഞങ്ങൾ സന്തോഷിക്കണം. പക്ഷെ എന്നാലും ഈ കേരളത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കിട്ടണ്ടേ ഞങ്ങൾക്ക്. ഒത്തിരി ദിവസം ആയില്ലല്ലോ ബില്ല് പാസ്സായിട്ട്. ഇല്ല, ബില്ല് പാസ്സായിട്ട് ഇത്തിരി ദിവസമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ച് എത്രയും വേഗം ഇത് അവസാനിക്കുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ 2 ദിവസത്തേക്ക് മുമ്പ് പറഞ്ഞത് വേറെ കേസ് കൊടുക്കണമെന്നല്ലേ. ഇങ്ങനെയൊക്കെ പറയാനൊക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് അധികം പഠിപ്പൊന്നും ഇല്ലാത്ത കാരണന്മാരാണ് ഞങ്ങൾ. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് പന്തലി വരുന്നത്? എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോരും. ഇതേ പള്ളിയിലത്തെ കുർബാന കഴിഞ്ഞവിടെ ഇരിക്കണ കൊച്ചി. ഒരു തുള്ളി വെള്ളം പോലെ ഈ പന്തലിൽ വന്ന ആളിൽ കുടിക്കൂല. നമ്മൾ സത്യമായിട്ട് ചെയ്യണ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഇവിടെ പോണത്. ഇനി വൈകുന്നേരം 5 മണിയാകാണ്ട് ഞങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാം. ഞങ്ങൾക്ക് ഷുഗറും ഭണ്ടാറൊക്കെ ഉള്ള ആൾക്കാരാണ്. പല വരക്ക് ഇരിക്കാനുള്ള ഇത് കഴിവ് മാതാവ് തരും. സങ്കടമാണ് ഞങ്ങൾക്ക്. വേലെടുത്തിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിലുള്ള കിടപ്പാടോ അവർ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ പോണ്. എന്തിനാണ്? എത്ര സെന്റ് സ്ഥലമാണോ? എനിക്ക് 4 സെന്റ് സ്ഥലമാണ്. 4 സെന്റ് സ്ഥലമാണ്. എന്നെ എടുക്കുന്നത് ഇപ്പം നിലവിൽ? ഞാനൊരു കുഞ്ഞിനെ നോക്കണേ. എൻ്റെ ഭർത്താവ് മരിച്ചാണ്. കുഞ്ഞിനെ നോക്കണം. സമരപ്പന്തൽ സ്ഥിരമായിട്ടുണ്ട്? സ്ഥിരമായിട്ടല്ല, ഞാൻ ഇടയ്ക്ക് ഒരു ലീവ് ചോദിച്ച് വന്ന് ഇരിക്കും. പിന്നെ എൻ്റെ അപ്പൻ കിടപ്പ് രോഗിയാണ്, അപ്പനെ നോക്കണം. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ വന്ന് ഇവിടെ ഇരിക്കണത്. ഞങ്ങൾക്ക് ഇത് എന്തായാലും ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഇത് എത്ര നാളും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് ഓരോ ജോലികളുള്ളവരും കമ്പനി പോണവരും ഉണ്ട്, ബോട്ടിൽ പോണവരുണ്ട്. എല്ലാം ഞങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ ഓരോ ദിവസം സമയം കണ്ടെത്തി ഞങ്ങൾ വന്നിരിക്കണത്. ഞങ്ങൾക്കിത് ദയവായിട്ട് ഞങ്ങൾക്കിത് നേടിത്തരണം. ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് നേടിത്തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പേരെയും കെട്ടിച്ച്. മൂത്താൾ എൻ്റെ കൂടെയാണ്. എൻ്റെ അപ്പനും അമ്മയും മാത്രം. അപ്പൻ കിടപ്പ് രോഗിയാണ്. ഇവരെയും കൂടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് അല്ലേ? ഞാനാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ സമരം മുന്നോട്ട് നീങ്ങും തോറും നമ്മുടെ കുടുംബം ബുദ്ധിമുട്ടാണ്. വളരെ കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് നേടിത്തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയണ അയാൾ ഇതിലില്ലെന്നാണ് പറയണത്. പിന്നെ BJP-ക്കാരാണ് ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് തന്നെയെന്ന് പറയുന്നുണ്ട്. അവർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് വന്ന്.
വേറെ ആരുടെയും സപ്പോർട്ടില്ല? വേറെ ആരുടെയും സപ്പോർട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അവരാണ് ഇപ്പോൾ ഇവിടെ വന്നെല്ലാം ചെയ്തൊക്കെ തരലും വരലും നമ്മളെ കൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. സമരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് അവസാനിക്കണ വരെ ഞങ്ങൾ നിരാഹാരം ഇരിക്കും. എന്ത് ബുദ്ധിമുട്ട് സഹിച്ച്. എങ്ങനെ ഡെയിലി വരുമാനം എങ്ങനെയാണ് നിങ്ങളുടെ? എനിക്ക് ഡെയിലി 100 രൂപ വെച്ച് കിട്ടും. കൊച്ചിനെ നോക്കുന്നുണ്ട്. ഒരു ദിവസം 100 രൂപയുള്ളൂ അല്ലേ? അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചെലവ് മുതലാവും. അങ്ങനെ പിന്നെ എൻ്റെ മോളുണ്ട്, അവൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കല്യാണം കഴിച്ചതാണ് എൻ്റെ കൂടെ നിൽക്കണത്. ആണല്ലേ? കേക്ക് ഉണ്ടാക്കുന്നു, അത് മാത്രമാണ് വരുമാനം. കൊച്ചിനെ നോക്കാൻ ഒരു ദിവസം 100 രൂപ. അതുകൊണ്ട് നമുക്കൊരു കുടുംബം നടന്നു പോകാൻ പറ്റുമോ? എൻ്റെ രോഗിയായ അപ്പനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ഭയമുണ്ട് എനിക്ക്. ഭർത്താവ് മരിച്ചു പോയിട്ട് ഇപ്പോൾ 13 വർഷമായി. എന്തായിരുന്നു നേരത്തെ ജോലി? ഇത് ഫിഷിംഗ് ആയിരുന്നു. ഫിഷിംഗ് എന്ത് പറ്റിയായിരുന്നു? ബ്ലഡ് ഛർദ്ദിച്ചാണ്. ആണല്ലേ? എത്ര നാൾ ഈ സംരംഭത്തിൽ കാണും? ഞങ്ങൾക്ക് വേഗം അവസാനിപ്പിക്കണമെന്നാണ് ഈ സമരം. വേഗം അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഓരോരുത്തരും എന്നെ പോലെ തന്നെ കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്നവരാണ് ഇവിടെ. വീട്ടുവേലയൊക്കെ എടുത്ത് ജീവിക്കുന്നവരുണ്ട്, കമ്പനിയിൽ പോണവരുണ്ട്. അതൊക്കെ നേരം കണ്ടുപിടിച്ചാണ് ഇങ്ങനെ വന്ന് ഇരിക്കണത്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? ബിജെപിയുടെ ആൾക്കാരെ കൂടി വരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു? ബിജെപിയുടെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും അവർ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെന്നാണ് എനിക്ക് തോന്നണം. ആണോ? അവരുടെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്രയും ഊതിപ്പെരിപ്പിക്കുന്നത്? അല്ല എന്ന് തോന്നണം. അവർ ഞങ്ങൾക്ക് സഹായം ചെയ്ത് തന്നെയാണെന്നാണ് ഞങ്ങളുടെ ധാരണ. 183 ദിവസമായി. സിസ്റ്റർ തന്നെ പറയുകയും ചെയ്തു, ഒരു പക്ഷേ ഇത് റെക്കോർഡായിരിക്കുമല്ലോ, ഇത്രയും ദിവസം ഇങ്ങനെ എല്ലാവരും കൂടി ഇത് സമരം ചെയ്യാന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് സംഭവം ഇപ്പം വീട്ടിൽ ആകെ ഒരു വരുമാനം നമ്മുടെ മാത്രമേ ഉള്ളൂ, വേറെ ആരുടെ ഇല്ല, ഹസ്ബൻഡ് മരിച്ചു പോയി. അപ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള നഷ്ടങ്ങൾ? ഞങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇപ്പം നഷ്ടമെന്ന് വെച്ചാൽ ഇപ്പം ആ കൊച്ചിനെ ഞാൻ നോക്കണത് ഇപ്പം ലീവ് പറഞ്ഞിട്ടാണ് ആ കൊച്ചിനെ ഇന്ന് നോക്കാണ്ട് ഞാനിങ്ങോട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ ഓരോ മനുഷ്യരും ഇതേപോലെ തന്നെ ഇവരൊക്കെയും കമ്പനിയിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ്, അവരൊക്കെയും ലീവ് കിട്ടിയാണ് ഈ വന്നത്. അവരൊക്കെയും കുടുംബം കഴിയണത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ജീവിക്കണ പോലെ തന്നെയാണ് ഇവരൊക്കെയും ജീവിക്കണത് എല്ലാവരും. അപ്പോൾ അതൊരു ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമല്ലേ. ഞങ്ങൾക്ക് അത്രയും പൈസ കുറച്ചല്ലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ അത്രയും പൈസ അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അതൊരു മാർഗ്ഗമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൻ്റെ ചികിത്സ എങ്ങനെയാണ് നടത്തുന്നത്? നല്ലൊരു ചിലവുണ്ട്. അത് എൻ്റെ ഒരു ആങ്ങളയുണ്ട്, അയാൾ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ തരുമ്പോൾ സ്നഗ്ഗിയൊക്കെ മേടിക്കാനും അതിനെയൊക്കെ ചിലവിനൊക്കെ എന്തെങ്കിലും തരും. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം, അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചു. ഇപ്പം സമരം ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു ഫലം ഉണ്ടായില്ല. ഇപ്പോൾ വീട് വിട്ടു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നാലോ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾ നേരെ കടലിലോട്ട് പോയി ആത്മഹത്യ ചെയ്യും എല്ലാവരും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല, ജീവിക്കാനുള്ള മാർഗ്ഗവുമില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടാലും ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല. ഞങ്ങൾ പോകണമെങ്കിൽ ഇതേ അങ്ങോട്ട് കടലിലോട്ട് എല്ലാവരും അങ്ങോട്ട് പോവുള്ളൂ. വേറെ വഴിയൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ എല്ലാവരും അത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്ത് തന്നെ അവർ ഇവിടെ വന്ന് ചെയ്താലും ഞങ്ങൾ നേരെ കടലിലോട്ട് ഇറങ്ങി എല്ലാവരും ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞാണ്. അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു മാർഗ്ഗം നേരെ കിടക്കണത്. വേറെ മാർഗ്ഗമൊന്നുമില്ല ഞങ്ങൾക്ക്. ഇവരിത് എന്തായാലും ഞങ്ങൾക്ക് ഇത് നേടിത്തരണം. ഞങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഞങ്ങൾക്ക് നേടിത്തരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സമരപ്പന്തലിൽ നിരാഹാരം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും. ഇവിടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം 4 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഈ ചീഞ്ഞ ഭൂമിയായിരുന്ന സമയത്ത്, ഒരു പട്ടിക്ക് പോലും വേണ്ടാത്ത ഒരു സമയത്ത് ഇവർ പാർത്ത ഒരു 4 സെൻറ്റ് സ്ഥലം അത് സംരക്ഷിക്കാനായിട്ടാണ് 163 ദിവസം 183 ദിവസമായിട്ട് അവരിവിടെ ഇരിക്കുന്നത്. ഇനിയും അവരുടെ മരണം വരെ ഇരുന്നാലും അവർ ഇതിനു വേണ്ടി നിൽക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ കടലിലേക്ക് ആ കടലാണ് ഇവരെ ഇത്രയും നാളും ഇങ്ങനെയാക്കിയത്. ആ കടലിലേക്ക് തന്നെ അവരങ്ങ് തീരാം എന്നാണ് അവർ പറയുന്നത്. അത്രമാത്രം ബുദ്ധിമുട്ടിലാണ്. കാരണം ഇതിനകത്ത് രാഷ്ട്രീയമായ മുതലെടുപ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വഷളാകുന്നത്. വോട്ടിൻ്റെ സമയത്ത് വന്നിട്ട് അതെല്ലാം ചെയ്തു തരാം എന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും വന്ന് ഇവരോട് പറഞ്ഞിട്ട് പോയിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വോട്ട് വാങ്ങിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇവരുടെ കൂടെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഇവരുടെ കൂടെ ആരുമില്ല എന്നവർക്ക് പറയേണ്ടി വരും. കാരണം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലനിർത്തുന്ന കാലം ഒരു സമുദായത്തിൻ്റെ വോട്ട് ലക്ഷ്യമാക്കി എവിടെ പ്രവർത്തനം ആരംഭിച്ചാലും ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യനായിട്ട് കണ്ട് ഈ പ്രശ്നത്തിന് എന്ത് എനിക്ക് നഷ്ടം വന്നാലും ഭരണം ഇനിയും പോയാലും ഈ രാജ്യത്തിനൊരു നീതി നേടിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഒരു ഭരണാധികാരിക്ക് പറയാൻ കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഭരണാധികാരിയുടെ മികവ് പ്രകടമാകുന്നത്. ഇവിടെ ആർക്കും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാം എന്നതിനെക്കുറിച്ചുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എല്ലാവരും മുതലെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ അവരുടെ കൂടെ നിന്നാൽ, അവരുടെ പാർട്ടിയിലേക്ക് പോയാൽ ആരും അവരെ പരിഹസിച്ചിട്ട് കഥയില്ല. കാരണം അവർക്ക് ഒരു വയ്യാഴിക വന്നപ്പോൾ, അവർക്കൊരു ക്ഷീണം വന്നപ്പോൾ
അവരെ ചേർത്ത് നിർത്തിയവരെ അവരും നാളെ ചേർത്ത് നിർത്തും. അത് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ മതപ്രീണനങ്ങൾ അവസാനിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് ഈ സമരത്തിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് മിക്കവാറും ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കുള്ളൂ. അതായത് മുതലാളിമാർ കണ്ടമാനം പൈസ കൂടെ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിൽ നിന്ന് ഏത് രീതിയിൽ അഡ്വാൻറ്റേജ് എടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ പാവപ്പെട്ട ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം ഇതിനകത്ത് നമ്മൾ തിരിയാനായിട്ട്. അവരെ ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യണം. കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഈ പാവങ്ങൾ ഇവിടെ താമസിച്ച് ഇവിടെ വളർന്ന് ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്കാണ്. അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. എന്നിരുന്നാലും നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഈ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്ത് ഇത് വിജയിപ്പിക്കണം. അടുത്ത പാർലമെൻറ്റിൽ ഇതിൻ്റെ ബില്ല് അവതരിപ്പിച്ച് ഇത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകണം. അത് മിക്കവാറും നടക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ വിശ്വാസം. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പ്രാർത്ഥന ഇന്നുമുണ്ട്. എൻ്റെ അനിയൻ അച്ഛനുണ്ട്. പുള്ളി ഇവിടെ വന്നിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും ഇവിടെ വന്നിരുന്നു. മനുഷ്യച്ചങ്ങല തീർത്തു. ഇതിന് എല്ലാം എവിടെയെങ്കിലും ഇതിനൊരു ഒരു പോപ്പപ്പ് ഉണ്ടാകും എന്ന് വിചാരിച്ചാലാണ് നമ്മളൊക്കെ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒന്നും കാണുന്നില്ല എങ്ങും. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ മുതലെടുപ്പുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഫോക്കസ് ഇപ്പം ഒരു അക്കൗണ്ട് സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ. കോൺഗ്രസ് മുക്ത ഭാരത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യൻസ് വോട്ടുകൾ കാലാകാലങ്ങളിൽ കോൺഗ്രസിന് കെട്ടിക്കൊണ്ടിരുന്നു. അപ്പം അത് മാറ്റി BJPയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമോ അതൊക്കെയാണ് ഈ വളർത്തിയെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ? എങ്കിലും ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് പറയുന്നതാണ്, BJP ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ ഇമേജ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാലും BJP വിചാരിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു BJPക്ക് ഇതിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മാനസികമായ ഒരു നമ്മൾ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ബില്ലിൽ ഇവരിത് നിയമമാക്കിയിട്ട് റൈറ്റ് ഓഫ് കഴിഞ്ഞാൽ ഇതിന് ഉള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ അണ്ടറിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമുദായം എന്ത് പറയുന്നു, ഈ സ്ഥലങ്ങളെല്ലാം അവരുടേതായിരുന്നു പണ്ട് എന്ന് അവർ പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇപ്പം ഇല്ല. കാരണം അത് നമ്മൾ കോർട്ടിൽ പോയിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് ബില്ല് പാസ്സാക്കി റൈറ്റ് ഓഫ് ചെയ്തില്ല എങ്കിൽ ഈ പ്രസ്ഥാനം ഒരിക്കലും ഈ പ്രശ്നം തീരില്ല, മുന്നോട്ട് തന്നെ പോകും. ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ്. അതായത് ഞാൻ വേറെ ചെറിയൊരു കാര്യം പറയാം. നമ്മളുടെ ഇവിടുത്തെ ഒരു സംഘടനയാണ് ആംഗ്ലോ ഇന്ത്യൻ. അവർക്ക് നോമിനേറ്റഡ് MLA-മാരുണ്ടായിരുന്നു. അത് ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ അതിനി വേണ്ട, അതിനുള്ള ഫണ്ടുകളും കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് ഉണ്ടാക്കി അതെല്ലാവരും മൗനമായിട്ട് അങ്ങോട്ട് സമ്മതിച്ചു. അത്രയും പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും ഇത് വളരെയേറെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതായത് ഇവിടുത്തെ ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ബീച്ചായി ഒരു റിസോർട്ടായിട്ടൊക്കെ ആൾക്കാർ ഇതിന് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് അല്ലേ. അതിനകത്ത് അധികം മുതലാളിത്ത സമൂഹമാണ്. പിന്നെ നമ്മളുടെ രാഷ്ട്രീയക്കാരുടെ സ്ഥലങ്ങളും കണ്ടുപോകാൻ ഇവിടെ ഉണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ക്ലബ് മഹീന്ദ്ര അതുപോലെ അതാണ് എടുത്തു പറയാവുന്നത്. അവർ നേരത്തെ വേറൊരു ക്ലബിൻ്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ അവർ ടേക്ക് ഓവർ ചെയ്തു. അത് എൻ്റെ ക്ലബ് മഹീന്ദ്ര എടുത്ത വേറൊരു ആളുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ഉണ്ട്. അവർക്കാണ് ഇതിൻ്റെ വലിയ ഗുണങ്ങൾ കിട്ടാൻ പോകുന്നത്. ഈ വാഴ നനയുമ്പോൾ ചീര നനയും എന്നുള്ള രീതിയിലായിരിക്കുള്ളൂ ഇവരും പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷേ ഇവർ യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ നോക്കി ഇവിടെ ആൾക്കാരുടെ ഡെൻസിറ്റി കുറഞ്ഞു. നേരത്തെ ഇതായിരുന്നു, ഇവിടെ ഫുള്ളായിരുന്നു. ഞാൻ ഇവിടെ കുറേ ഓശാനയൊക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഇപ്പോഴും ഇവരിങ്ങനെ നീണ്ടു പോകുന്നതോറും കുടുംബ പ്രശ്നമല്ല ഇവർ ജീവിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വലിയ സാഹചര്യത്തിലേക്ക് വരുവല്ലേ ചെയ്യുന്നത്. കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബ പ്രശ്നമാണ്. കാരണം ഇവിടെ ഒരാൾ തന്നെ പറയുന്നു 4 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കള് എല്ലാം കെട്ടിച്ച് 2 പെൺകുട്ടികളെ. അങ്ങനെയുള്ള പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു 20-25 വയസ്സുള്ളപ്പോൾ ഈ സ്ഥലമെല്ലാം തുറന്നതായിരുന്നു. വളരെ തുറന്നതും എല്ലാവരും പരിചയക്കാരും കൂടുതലുള്ളിൽ താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നു. വലിയ കോൺക്രീറ്റ് ബിൽഡിങ്സ് ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ കോൺക്രീറ്റ് ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ, കൂടുതലെല്ലാം ഇല്ലാണ്ടായി. ഇപ്പോഴും ഈ പറഞ്ഞ 4 സെൻറ്റ് സ്ഥലം ഉള്ള ആളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, സാറ് പറഞ്ഞില്ലേ ഹസ്ബൻഡ് മരിച്ചുപോയി, അങ്ങനെയുള്ള വളരെയധികം
പരാധീനതയോടുകൂടി കഴിയുന്ന ആൾക്കാർക്ക് അവർക്കത് ഗോൾഡ്, അവർക്കത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർണ്ണമാണ്. കാരണം എം പി സാറിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, എം പിയുടെ ഭാഗത്ത് ഒരു ഉദാസീനത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സംസാരം ഇവിടെ വരും. എനിക്ക് എം പിയെ കുറിച്ച് സൂക്ഷ്മം കറക്റ്റായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഐബി ഈഡൻ ആളുകൾ നമ്മളുടെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പുള്ളി കുറച്ച് യങ്ങാണ്. പുള്ളിയുടെ ആ രീതിയിലുള്ള ചിന്തഗതികൾ സപ്പോർട്ട് ചെയ്യും, പുള്ളി അതിനെക്കൊണ്ട് നിൽക്കും എന്നാണ് എൻ്റെ മനസ്സിലെ ചിന്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.